തിരുവനന്തപുരം ശംഖുമുഖത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പരിതാപകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, ഓരോ ദിവസം കഴിയുന്തോറും കടൽ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. കടൽ കയറും തോറും അത് ബാധിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെയാണ്, ഇവിടുത്തെ നിവാസികളെയും ഇവിടുത്തെ കച്ചവടക്കാരെയുമാണ്. കാരണം ഓരോ ദിവസവും ഒരാളും വരാത്ത അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശംഖുമുഖം നശിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഭിത്തിയൊക്കെ കെട്ടിവെച്ച് കടലിനെ ചെറുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഓരോ ദിവസം കഴിയുന്തോറും കടൽ കയറുന്നതിലൂടെ ഇവിടുത്തെ ജനങ്ങൾ വരാതിലാവുന്നതോടെ ഇവിടുത്തെ കച്ചവടക്കാരെയാണ് പ്രധാനമായി ബാധിക്കുന്നത്. ശംഖുമുഖം നശിക്കുന്നതോടെ ഈ ഒരു പ്രദേശം തന്നെ നശിക്കുമെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ അത്രത്തോളം ഒരു 3-4 കൊല്ലം മുമ്പ് ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നന്നായി അറിയായിരിക്കും എത്രമാത്രം ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ശംഖുമുഖം എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ശംഖുമുഖത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളാണെങ്കിലും ഇവിടുത്തെ കൽമണ്ഡപങ്ങളാണ് എന്നുണ്ടെങ്കിലും ഒട്ടും സൂക്ഷ്മമായി നോക്കാതെ വലിച്ചു വാരി ചവറുകൾ കിടക്കുന്ന അവസ്ഥയും ആളുകൾ തന്നെ തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയുമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഈ സ്ഥലം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. കടലിപ്പോ നന്നായിട്ട് കയറിയല്ലേ, അപ്പൊ ആളുകൾ വരുന്നുണ്ടോ? ഇല്ല, ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ കടലിലേക്ക് ഇറങ്ങാൻ പറ്റൂല. എന്ന് വെച്ചാൽ കടൽ വേലിയേറ്റം കൂടുതലാണ്. പിന്നെ അതുപോലെ കരയില്ല, കരയെ ഇടിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ സേഫ്റ്റി അല്ല. ഈ ഒരു സമയങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്. ഈ മാസങ്ങളിൽ ഇങ്ങനെ, ഈ മാസം അടുത്ത മാസം ഇങ്ങനെയാണ്. കാലവർഷം ഇതാണ്. കാരണം നോക്കുമ്പോൾ ഇതാ എന്താ പറയാ, കാലവർഷം ഇപ്പൊ നല്ല മഴക്കോഴാണ്. അത് കാരണം അങ്ങോട്ട് ആരെയും വിടുന്നില്ല, കരക്കേറി വരും കടലിൽ. ആൾക്കാർ നിങ്ങൾ പറയുന്നത് കേൾക്കാണ്ട് ഇറങ്ങാറുണ്ടോ? അല്ല, അങ്ങനെയല്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. കാരണം കേൾക്കുമ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ ഫുള്ളും ഇടിഞ്ഞു കിടന്നുകൊണ്ട് അവർക്കൊരു പേടിയാണ്. അങ്ങനെ വന്ന് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇറങ്ങാൻ പറ്റുമെന്ന്. അപ്പൊ ഞങ്ങൾ കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവർ കുറച്ചു നേരം കരയ്ക്ക് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾക്ക് രാവിലെ 7 മുതൽ 7 വരെയാണ് ഡ്യൂട്ടി. അതിന്റെ ശേഷം എന്താണെന്ന് എന്ത് പറ്റിയാലും അവർ ഓൺ റെസ്പോൺസിബിലിറ്റിയാണ്, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ഇനിയും കടലിൽ കയറാൻ തന്നെയാണ് സാധ്യത? അല്ല, ഇനി കടലിൽ കയറാൻ ചാൻസ് കൂടുതലാണ്. കാരണം കേൾക്കുമ്പോൾ ഇത് നമ്മൾ ഇതുപോലെ അവിടെ പോലെ കെട്ടി കല്ലൊക്കെ അല്ലെ പുളിമുട്ട് പോലെ കല്ലിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ കാലവർഷം ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കര എടുത്തുകൊണ്ടിരിക്കുക, കടൽ ഫുള്ളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവിടെ നടപ്പാതെ മൊത്തം ഇടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പരിഗണന സർക്കാർ കാണണം. ഇല്ലെങ്കിൽ നമ്മുടെ ശംഖുമുഖം അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം ശംഖുമുഖം എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ പറയാം. കാരണം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ശംഖുമുഖം എന്ന് പറയുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളില്ല. എന്ന് വെച്ചാൽ ഫുള്ളും കടലിന്റെ കയ്യിലാണ്. എന്ന് വെച്ചാൽ കടൽ എടുത്തു തുടങ്ങി എന്ന് പറയുമ്പോൾ വരുന്നവർക്ക് ഇവിടെ ശംഖുമുഖം പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ നോക്കുമ്പോൾ ഒന്നുമില്ല, പിന്നെ അവർ തിരിച്ചു പോകും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരക്ക് ആളില്ല. നമുക്ക് കച്ചവടവും ഇല്ല. കടലിൽ കയറി ഇറങ്ങാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആൾക്കാർ വരുന്നില്ല. ആൾക്കാർ അങ്ങനെയല്ല. ഇപ്പം ഈ ഒരു സമയത്ത് ഈ 2 മാസത്തെ ആൾക്കാരാവും. ഇവിടെ സെയിലൊന്നുമില്ല. ഇത് ആള് തീരെ കുറവാണ്. തീരെ ആൾ കുറവ്. ഈ ഒരു സമയം എങ്ങനെയാണ്? ആണ്. അല്ല, പൊതുവെ ഇപ്പൊ ശംഖുമുഖത്തെ ആളുകൾ തീരെ വരുന്നത് കുറഞ്ഞു. ആൾക്കാരിപ്പോ ഇല്ല. പക്ഷെ മുമ്പാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുണ്ടായിരുന്നേ. പിന്നെ കച്ചവടക്കാരെ കാര്യമൊക്കെ ഒത്തിരി മോശമാണ്. ഈ കടൽ കയറുന്നതും ബാധിക്കുന്നുണ്ടോ? കടൽ കയറുന്നതിനെ കൊണ്ടാണ് ഇറങ്ങുന്നത്.
നിങ്ങളിപ്പോൾ കണ്ട വീടിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്, നശിച്ച ഒരു വീടാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കടൽ കയറുന്നതോടെ നശിക്കുന്നത് ഒരുപാട് കുടുംബങ്ങൾ കൂടിയാണ്. നമ്മുടെ ഒപ്പം നിൽക്കുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനാണ്. ചേട്ടൻ്റെ പേര് ഫ്രാങ്ക്ലിൻ. ഇതിപ്പോ എന്നാണ് സംഭവിച്ചത്? ഇങ്ങനെ ഇപ്പൊ രണ്ടാഴ്ചയായി. ഇപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് മോളും ഉണ്ട് മോനും ഉണ്ട്. അങ്ങോട്ട് കാണാം. അപ്പൊ ഇപ്പൊ താമസം എവിടെയാണ്? താമസം പിന്നെ മോൾ ഇവിടെ ചേട്ടത്തിന്റെ വീട്ടിലാണ്, മോൻ എവിടെയാണ്. ഇത് മഴ വരുമ്പോ അതും ബാധിക്കുന്നുണ്ടല്ലേ? ഇപ്പൊ കേറാം. സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു ഭയാനകമായ ദൃശ്യം തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഒരു ചുമര് തന്നെ മൊത്തത്തിൽ അങ്ങ് പോയിട്ടുണ്ട്. എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ താമസിക്കുമ്പോൾ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങളോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷമാണ് അടുത്ത റൂമിലേക്ക് വരുമ്പോൾ. ആ റൂം തന്നെ ഇല്ല. ഇതാണ് ശംഖുമുഖത്ത് താമസിക്കുന്ന ആളുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ സൈഡിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് അയാൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത്. അത് കെട്ടുറപ്പുള്ള ഒന്ന് തന്നെയായിരിക്കണം. കാരണം എത്രത്തോളം സുരക്ഷിതത്വം വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഈ എന്റെ പിറകിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് ചിന്തിക്കാവുന്നതാണ്. എത്രത്തോളം ദുരിതമായിരിക്കും സംഭവിക്കുന്നത്. തന്നിട്ടില്ല, ഒരു തന്നിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും ഇല്ല. ഇപ്പോ ചേട്ടൻ അറിവിൽ തന്നെ ഇവിടെ ഏകദേശം എത്രത്തോളം വീടുകൾ നശിച്ചിട്ടുണ്ടായിരുന്നു? ഇപ്പൊ 4 വീട് പോയിട്ടുണ്ട് ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു രണ്ടാഴ്ച കാലയളവിൽ. എന്നിട്ട് പോലും സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിന് മുമ്പ് നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് ഒന്നും പറഞ്ഞു. നമ്മളിവിടെ വീട് പണിതു, അതുകൊണ്ട് നമ്മൾ തന്നെ അനുഭവിക്കാം. ചേട്ടൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഐസ്ക്രീം വണ്ടിയില്ല. ഐസ്ക്രീം. ഇപ്പോ ആൾക്കാർ വരുന്നുണ്ടോ? ആൾക്കിപ്പോ കുറവാ, മഴയിലൊക്കെ ആയതുകൊണ്ട് ആളില്ല. ചൂടൊക്കെ പിള്ളേർ മോശം. നിങ്ങൾക്ക് ഇവിടെ ചുറ്റും നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാട് വള്ളങ്ങളാണ്, ഒരുപാട് ബോട്ടുകളാണ് വെറുതെ കെട്ടിക്കിടക്കുന്നത്. ഇവിടെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അടുത്ത കാലത്തൊന്നും വള്ളം കടലിലേക്ക് ഇറക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ശംഖുമുഖം നശിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു കുഞ്ഞുങ്ങൾ പോലും ശംഖുമുഖത്തേക്ക് വരുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നാളെ എത്തുമെന്നുള്ളതാണ് ശംഖുമുഖം നിവാസികളെ ഇപ്പോഴത്തെ പേടി. എന്ത് തന്നെയാണെങ്കിലും സർക്കാർ വേണ്ടത് ശംഖുമുഖം നിവാസികൾക്ക് വേണ്ടി, ശംഖുമുഖം നശിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും, ഒരു ബോട്ട് കത്തി നശിച്ച നിലയിലാണ് കാണുന്നത്. ശംഖുമുഖം നശിക്കരുത് എന്നുള്ളത് ഏതൊരു തിരുവനന്തപുരം നിവാസികളുടെയും ആഗ്രഹം തന്നെയായിരിക്കും. ശംഖുമുഖത്ത് ഒരു വട്ടമെങ്കിലും വന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു മുതിർന്ന പൗരന് ശംഖുമുഖം എത്രത്തോളം സുന്ദരമായിരുന്നു എന്നുള്ളത് അവർക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങൾ എന്നാണ് അവസാനമായി ശംഖുമുഖത്തേക്ക് വന്നത് എന്നുള്ള നിങ്ങളുടെ ഓർമ്മകൾ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. എന്താണ് നിങ്ങൾക്ക് ഈ ശംഖുമുഖത്തെ പറ്റിയുള്ള അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത് എന്നും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.